നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂരിലെ പരാജയം പാർട്ടിയുടെ നെഞ്ചിനേറ്റ മുറിവെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പരാജയത്തെക്കുറിച്ച് പാർട്ടി പഠിക്കും. തൃശൂരിൽ ധീരമായി പോരാടി. അടിയന്തരാവസ്ഥയെ പിന്തുണച്ചത് തെറ്റായിരുന്നുവെന്നും ആ തെറ്റ് ഒരേയൊരു തവണയാണ് സംഭവിച്ചതെന്നും ബിനോയ് വിശ്വം. തെറ്റ് ഏറ്റുപറയാൻ കഴിയുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം. PM കുസും പദ്ധതിയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ച് മന്ത്രി K കൃഷ്ണൻകുട്ടി. അഴിമതി സംബന്ധിച്ച വകുപ്പ് തല അന്വേഷണം നടക്കുന്നു. തെറ്റുപറ്റിയവരെ സംരക്ഷിക്കില്ല. അഴിമതി സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ഹാജരാക്കണമെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടി. സുരേഷ് ഗോപിയുടെ പുലിപ്പല്ലുമാല. വനംവകുപ്പ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. 21 പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ ഹാജരാകാൻ പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവിന് നോട്ടീസ്. സാധ്യമായ തെളിവുകൾ സമർപ്പിക്കണം. ശശി തരൂർ കോൺഗ്രസിന്റെ താൽപര്യങ്ങൾക്കെതിരെ സഞ്ചരിക്കുന്നുവെന്നത് ചിലരുടെ വ്യാഖ്യാനം മാത്രമെന്ന് VK ശ്രീകണ്ഠൻ MP. തരൂർ നെഹ്റു കുടുംബത്തിന്റെ സേവനങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. അടിയന്തരാവസ്ഥയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ടെന്നും രാജ്യത്തിപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്നും VK ശ്രീകണ്ഠൻ MP. വാടനംകുറിശ്ശിയിൽ ROB അപ്രോച്ച് റോഡ് പ്രവൃത്തിക്കായി ഗതാഗതം നിരോധിച്ചു. ആദ്യ ദിനം പ്രവൃത്തി ഒച്ചിന്റെ വേഗത്തിലെന്ന് ആക്ഷേപം. റോഡ് അടച്ചിട്ടിരിക്കുന്നത് 10 ദിവസത്തേക്ക്. രാവിലെ നിർമ്മാണ സ്ഥലത്തുണ്ടായിരുന്നത് 4 തൊഴിലാളികൾ മാത്രമെന്നും പണിക്കാരേക്കാളേറെ സ്ഥലത്ത് മേൽനോട്ടക്കാരെന്നും ആക്ഷേപം. CPM ഭരിക്കുന്ന കടമ്പഴിപ്പുറം സഹകരണ ബാങ്കിൽ നടക്കുന്നത് കരുവന്നൂർ മോഡൽ തട്ടിപ്പെന്ന് BJP. ഒരു മാസത്തിനിടെ ബാങ്കിൽ നിന്ന് 10 കോടി രൂപ പിൻവലിച്ചത് അന്വേഷിച്ചാൽ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാകും. അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ ഡിജിറ്റൽ തെളിവ് ഉൾപ്പെടെ കൈമാറുമെന്ന് BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി. സഹകരണ ബാങ്കുകളിൽ വ്യാപക തട്ടിപ്പ് നടക്കുമ്പോഴും ശക്തമായ നടപടി ഉണ്ടാകുന്നില്ലെന്ന് സഹകരണ നിക്ഷേപ സംരക്ഷണ ഫോറം. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ സന്ദർശനം. DRM സന്ദർശനം നടത്തിയത് ഒറ്റപ്പാലം, ഷൊർണൂർ, കുറ്റിപ്പുറം സ്റ്റേഷനുകളിൽ. പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഷോർട്ട് സർക്യൂട്ട്. പ്ലാറ്റ്ഫോമിലേക്ക് തീപ്പൊരി ചിതറിയത് യാത്രക്കാരെ പരിഭ്രാന്തരാക്കി. കണയം ചെറിയതോടിന്റെ ഭിത്തി തകർന്ന വെള്ളം കൃഷിയിടങ്ങളിലേക്ക് കുത്തിയൊഴുകുന്നു. കൃഷി ഇറക്കാൻ കഴിയാത്ത അവസ്ഥയെന്ന് കർഷകർ. തോട് നവീകരിച്ചത് നബാർഡ് പദ്ധതിയിൽ. പ്രവൃത്തിയിലെ അപാകത സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് കർഷകർ. AICC പ്രസിഡന്റായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ 169-ാം ജന്മദിനത്തിൽ അനുസ്മരണ പരിപാടികളുമായി കോൺഗ്രസും BJPയും. വ്യത്യസ്ത അനുസ്മരണ യോഗങ്ങളിൽ പരസ്പര വിമർശനം. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തവർ ചേറ്റൂരിനെ പോലുള്ളവരെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് അപഹാസ്യമെന്ന് VK ശ്രീകണ്ഠൻ MP. സ്വാതന്ത്ര്യ സമര സേനാനികളോട് അനാദരവ് കാണിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ചേറ്റൂർ കോൺഗ്രസ് തിരസ്കരിച്ച നേതാവെന്നും BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലുണ്ടായ CPI സ്ഥാനാർത്ഥിയുടെ പരാജയം പാർട്ടിയുടെ നെഞ്ചിനേറ്റ മുറിവെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആ പരാജയത്തെക്കുറിച്ച് പാർട്ടി തീർച്ചയായും പഠിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അടിയന്തരാവസ്ഥ തെറ്റായിരുന്നു, രാഷ്ട്രീയപരമായി തെറ്റായിരുന്നു. അത് ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മടിയുമില്ല. അതിന്റെ ആദ്യഘട്ടത്തിൽ അതിനെ പിന്താങ്ങിയപ്പോൾ CPIക്ക് രാഷ്ട്രീയപരമായി തെറ്റുപറ്റി. പക്ഷെ ഒറ്റ പാർട്ടിക്കേ പറ്റൂ. തെറ്റ് പറ്റിയാൽ തെറ്റ് പറ്റിയെന്ന് പറയാൻ ഒരൊറ്റ പാർട്ടിക്കേ പറ്റൂ. ആ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മറ്റെല്ലാ പാർട്ടികളും വീണാൽ പറയും അത് വീഴ്ചയല്ല, അത് വിദ്യ എന്ന് പറയും. ഈ പാർട്ടി പറയൂ അത് വീഴ്ച പറ്റിയിട്ടുണ്ട്. ആരോട് പറഞ്ഞു? അത് ഞാൻ പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഒരു പറയും കൂടാതെ പറഞ്ഞു. പാർട്ടി കോൺഗ്രസ് കൂടി പറ്റുണ്ടെങ്കിൽ. തൃശൂരിൽ പാർട്ടി ധീരമായി പോരാടിയെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. നെഞ്ചത്ത് മുറിവേൽക്കുന്നത് ധീരമായി നിൽക്കുമ്പോഴാണ്. തിരിഞ്ഞോടുമ്പോൾ പുറത്താണ് മുറിവുണ്ടാവുക. എല്ലാ വർഗീയതയെയും അവർ കൂട്ടുപിടിച്ചു. ആ പരാജയത്തെക്കുറിച്ച് പാർട്ടി തീർച്ചയായും പഠിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നാം എല്ലാം ഒന്നാന്തരമായി പോരാടി, പക്ഷെ നാം ലക്ഷ്യം കണ്ടില്ല. തൃശ്ശൂരിൽ നിന്നൊരു BJP MP ഉണ്ടായിരിക്കുന്നു. MP പറ്റി ഒന്നും ഞാൻ പറയുന്നേയില്ല. പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ചിരിക്കാൻ തോന്നിപ്പോകും. ഒന്നും പറയുന്നില്ല.
തൃശ്ശൂർ MP ഉണ്ടായി BJPക്ക് തൃശ്ശൂരിൽ നിന്ന്. ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും LDFനും അറിയാം, നമ്മൾ ഭീരുക്കളെ പോലെയല്ല തോറ്റത്, നാം തോറ്റത് ധീരന്മാരെ പോലെയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ നൽകിയത് തെറ്റായിരുന്നു. പക്ഷേ ആ തെറ്റ് ഒരേ ഒരു തവണയാണ് സംഭവിച്ചത്. അന്നത്തെ തെറ്റ് ജനങ്ങൾക്ക് മുന്നിൽ ഏറ്റുപറയാൻ തയ്യാറായി. ഒരു തെറ്റ് പറ്റിയാൽ അത് ഏറ്റുപറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ കഴിയൂ എന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. PM കുസും പദ്ധതിയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർത്തിയ ആരോപണം തെളിയിക്കാൻ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ച് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പദ്ധതിയിലെ അഴിമതി ആരോപണത്തെക്കുറിച്ച് വകുപ്പ് തല അന്വേഷണം നടക്കുകയാണെന്നും തെറ്റുപറ്റിയവരെ സംരക്ഷിക്കില്ലെന്നും മന്ത്രി പാലക്കാട്ട് വ്യക്തമാക്കി. അത് തെളിയിക്കാനാണ് ഞാൻ രമേശ് തന്നെ വെല്ലുവിളിക്കുന്നത്. കാരണം ഏത് റെക്കോർഡ് വേണം അദ്ദേഹമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. നമുക്ക് കാണിച്ചിട്ട് നമുക്ക് ആ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുറ്റം ഏറ്റെടുക്കാനും തയ്യാറാണ്. നമ്മുടെ ജീവിതത്തിൽ വേറെന്തുണ്ടെങ്കിലും അഴിമതിയെക്കുറിച്ചിട്ട് ഒരു ചളി കൂടാൻ നമ്മൾ സമ്മതിച്ചില്ല. നമ്മളിനി പ്രായമായ കാലത്ത് ഇനി അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. അത് എനിക്ക് പറയാനുള്ളൂ. ഇത് അനർട്ട് മുഖേന നടപ്പാക്കുന്ന PM കുസുമം പദ്ധതിയിൽ ക്രമക്കേടുകളുണ്ടെന്ന ആരോപണം മാധ്യമ വാർത്തകൾ വന്നു. ഗൗരവമുള്ള പ്രസ്താവം വിഷയം വിശദമായി അന്വേഷിച്ച് സമഗ്രമായ റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. കൂടാതെ വിവിധ പ്രവൃത്തികളിലെ ടെൻഡറുകളിലെ അഴിമതി എന്ന വാർത്തകളെക്കുറിച്ച് മുമ്പ് നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ടുകളും ഉടൻ തന്നെ സമർപ്പിക്കാൻ വേണ്ടി ഊർജ്ജ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഞാൻ കത്ത് കൊടുത്തു കഴിഞ്ഞു. 15-ാം തീയതി അദ്ദേഹം ഡൽഹിയിലാണ്. 15-ാം തീയതി അദ്ദേഹം വന്ന ശേഷം ചർച്ച ചെയ്ത് എന്ത് നടപടി, ഇതൊരു ജനാധിപത്യമാണല്ലോ, ചില നടപടിക്രമങ്ങളുണ്ടല്ലോ, എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള ശക്തമായ നടപടി ഉണ്ടാകും. ഒരാളെയും സംരക്ഷിക്കുന്ന ഒരു പ്രവൃത്തിയും ഉണ്ടാവില്ല. അനർട്ട് നടപ്പിലാക്കുന്ന PM കുസും പദ്ധതിയിൽ നടക്കുന്ന അഴിമതിയിൽ വകുപ്പ് മന്ത്രിക്ക് പങ്കുണ്ടെന്ന ചെന്നിത്തലയുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ആരോപണം തെളിയിക്കാൻ ചെന്നിത്തലയെ വെല്ലുവിളിക്കുന്നു. പദ്ധതിയിലെ അഴിമതിയെക്കുറിച്ച് എന്തെങ്കിലും തെളിവ് കൈവശമുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല അത് ഹാജരാക്കണം. നീണ്ട പൊതുജീവിതത്തിൽ ഇന്നുവരെ അഴിമതി ആരോപണം കേൾക്കേണ്ടി വന്നിട്ടില്ല. പ്രായമായി, ഇനിയും അഴിമതിക്കറ പുരളാൻ അനുവദിക്കില്ല. അഴിമതിയെക്കുറിച്ചുള്ള പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ വകുപ്പുതല അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല. 15-നകം റിപ്പോർട്ട് തരാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയാൽ ചെന്നിത്തല ആവശ്യപ്പെടുന്ന ഏത് അന്വേഷണത്തിനും തയ്യാറാണ്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കിട്ടാതെ ആരെയും കുറ്റപ്പെടുത്താനില്ല. ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമപരമായി തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. CAGയും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും തെറ്റ് തൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഏറ്റെടുക്കും. ചെന്നിത്തലയുമായി സംസാരിക്കാൻ തയ്യാറാണ്. തെറ്റ് ചെയ്ത ആരെയും സംരക്ഷിക്കില്ലെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാടകംകുറിശ്ശിയിൽ റോഡ് അടച്ചിടാൻ കാണിച്ച അത്യുത്സാഹം പ്രവൃത്തിയിൽ കാണിക്കാതെ കരാറുകാർ. ഉച്ച പിന്നിടുമ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ ഒച്ചിന്റെ വേഗത്തിലായിരുന്നുവെന്ന് ആക്ഷേപമുണ്ട്. 4 പണിക്കാർ ചിരിച്ചും കളിച്ചും പണിയെടുക്കുകയും മറ്റു ജീവനക്കാർ ചുറ്റും കയ്യും കെട്ടി നോക്കി നിൽക്കുകയുമായിരുന്നു മിക്ക സമയത്തും. തോന്നിയാസം. ഈ ദൃശ്യങ്ങളെ ഒറ്റവാക്കിൽ അങ്ങനെ മാത്രമാണ് വിശേഷിപ്പിക്കാനാവുക. യാതൊരു ബദൽ സംവിധാനവും ഒരുക്കാതെ റോഡ് പൂട്ടിയിട്ട് നടത്തിയ പണി ആദ്യ ദിനത്തിൽ ഒട്ടും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. ROB സർവീസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 20 വരെയാണ് പ്രദേശത്ത് ഗതാഗതം നിരോധിച്ച് പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. സർവീസ് റോഡുകളിലൂടെ ഇരുചക്രവാഹനങ്ങൾ പോലും കടത്തിവിടാതെ നിർമ്മാണ വിപ്ലവത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് രാവിലെ പ്രവൃത്തി ആരംഭിക്കാൻ ഒരുക്കം തുടങ്ങിയിരുന്നു. അതേസമയം യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം നടക്കേണ്ട സ്ഥലത്ത് രാവിലെ മുതൽ ഉച്ചവരെ ഉണ്ടായിരുന്നത് 4-5 തൊഴിലാളികൾ മാത്രം. ഇപ്പോൾ നല്ല വെയിലുള്ള സമയങ്ങളിലൊന്നും ഇവരൊരു പണിയെടുക്കില്ല. ഇപ്പോൾ 2 ദിവസം അവധി കിട്ടി. ആ 2 ദിവസം അവധിയിലൂടെ ഒരു പണി നടന്നിട്ടില്ല. ഇപ്പോൾ ജനങ്ങൾ മൊത്തം ഇടങ്ങറായി. രാവിലെ കുട്ടികൾക്ക് സ്കൂൾ പോകാൻ പറ്റിയിട്ടില്ല. പല കുട്ടികളും ഇന്ന് നടന്നു പോകുന്നത് ഞങ്ങൾ എത്ര രണ്ടാമത്തെ കാര്യം വരുമ്പോൾ വഴിയിൽ കണ്ടതാണ്. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. മുതലാളിമാർക്കാണെങ്കിൽ ഈ സാധനം കൊണ്ടിടക്കാൻ ഇപ്പോൾ പുറത്തുനിന്ന് പൈസ എടുത്തിട്ട് പാർട്സ് മേടിക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഡെയിലി കംപ്ലൈന്റാ. ബീഫ് മുറിയാതെയും ടയറാടൻ്റെ ഈ വണ്ടിയുടെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷോറൂം സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഉടനെ ഇതിന്റെ ഷെയറിങ്ങും വീലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റാഡ് മുറിഞ്ഞു വീണു. കയ്യും കെട്ടി ഷർട്ടിൽ ചളിതെറിക്കാതെ നോക്കി നിന്നിരുന്ന കരാർ കമ്പനി ഉദ്യോഗസ്ഥർ അതിലുമേറെ. 5 വർഷമായി തുടരുന്ന പ്രദേശത്തെ രൂക്ഷമായ യാത്രാദുരിതത്തിന് ഉടൻ പരിഹാരമാകുമെന്ന് പ്രതീക്ഷിച്ച് ഭൂമിയോളം സഹിക്കാൻ തയ്യാറായ യാത്രക്കാരെ അധിക്ഷേപിക്കുന്നതായി പോയി
ആദ്യ ദിനത്തിലെ പ്രവൃത്തി. ആരംഭശൂരത്വം പോലും കാണിക്കാതെയാണ് 10 ദിവസം വഴിയടച്ചിട്ടുള്ള പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന ആക്ഷേപം പലരും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ട്. പ്രവൃത്തി വിവാദമാകുന്ന സൂചന ലഭിച്ചതോടെ 20ഓളം തൊഴിലാളികളെ എത്തിച്ചെങ്കിലും വേണ്ട വേഗത്തിൽ ഉച്ചയ്ക്ക് ശേഷവും പ്രവൃത്തി നടന്നില്ലെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. രാവിലെ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ കടത്തിവിട്ട ശേഷമാണ് പാത അടച്ചത്. കുട്ടികൾ തിരിച്ച് വീട്ടിലെത്താൻ വട്ടം കറങ്ങിയെന്നതാണ് യാഥാർത്ഥ്യം. വാരണാസി പാലത്തിന്റെ നവീകരണത്തിനനുബന്ധിച്ചിട്ട് വിദ്യാർത്ഥികളും വയസ്സായവരൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സൗകര്യമാകും. ജനത്തിനു നേരെ എന്തുമാകാമെന്ന അധികാര ഗർവിന്റെ ദുരന്തമുഖമായി മാറുകയാണ് പല ഘട്ടങ്ങളിലും ROB പ്രവൃത്തി. കള്ളനും പെരുങ്കള്ളനും കൂടി നാട് ഭരിക്കുക. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള പ്രശ്നമില്ല. അപ്രോച്ച് റോഡുകൾ നിർമ്മിച്ചാൽ പോലും പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാകുന്ന സാഹചര്യം ഇപ്പോഴും ആയിട്ടില്ലെന്നതാണ് മറ്റൊരു വസ്തുത. ഈ ദുരിതം ജനങ്ങൾ എത്ര കാലം സഹിക്കേണ്ടി വരുമെന്ന ചോദ്യം ബാക്കിയാകുന്നു. ധിക്കാരത്തോടെ മാത്രം കാര്യങ്ങളെ സമീപിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദവും ഉത്തരവാദിത്തത്തിൽ നിന്ന് തന്ത്രപൂർവം ഒളിച്ചോടുന്ന മറ്റധികാരികളും ലാഭം മാത്രം ലക്ഷ്യമിടുന്ന കരാർ കൂട്ടവും ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പഴയലക്കിടിയിൽ അംഗൻവാടി അധ്യാപികയുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മാല മോഷണ ശ്രമം. സംഭവം നടന്നത് പഴയലക്കിടി നാട്ടുകൂട്ടത്തിന് സമീപത്തെ 14 നമ്പർ അംഗൻവാടിയിൽ. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു സംഭവം. വാടകയ്ക്ക് താമസിക്കുന്നവരാണെന്നും ഭാര്യ ഗർഭിണിയാണെന്നും തൻ്റെ കുട്ടികളുടെ അഡ്മിഷനു വേണ്ടിയാണ് വന്നതെന്ന് പറയുകയും അധ്യാപിക അതിനുള്ള രജിസ്റ്റർ ബുക്ക് എടുക്കുന്നതിനുള്ള സമയത്താണ് മുളകുപൊടി എറിഞ്ഞ് മാല കവരാൻ ശ്രമം നടത്തിയത്. ഇതിനിടെ പിടിവിലി നടക്കുകയും കുട്ടികൾ ബഹളം വയ്ക്കുകയും ചെയ്തതോടെ മാല ഉപേക്ഷിച്ച് ഇയാൾ കടന്നുകളഞ്ഞു. കനാൽ വഴിയിലൂടെ ഓടി രക്ഷപ്പെട്ടതാണ് വിവരം. സംഭവം അറിഞ്ഞ് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി CCTV പരിശോധന നടത്തുകയും മലയാളിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് വലവീശിയോടെ മോഷ്ടാവ് ഉടൻ പിടിയിലാകുമെന്നാണ് നിഗമനം. പഴയലക്കിടി 14 നമ്പർ അംഗൻവാടി ടീച്ചർ കൃഷ്ണകുമാരിയുടെ 3.5 പവൻ വരുന്ന മാലയാണ് കവരാൻ ശ്രമിച്ചത്. ഉച്ചയ്ക്ക് ഒരു 1:30 ആവണു. അപ്പം അയാൾ കുട്ടികളെ ചേർത്ത്, ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. എനിക്ക് എൻ്റെ ഒരു അംഗനവാടി പഠിക്കുന്ന കുട്ടിയുണ്ട്. ഭാര്യ ഗർഭിണിയാണ്. അപ്പം 2 പേരെയും ചേർത്തണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എന്നാൽ ശരി, ഞാൻ സർവേ ബുക്കിൽ എഴുതട്ടെ, നാളെ വരുമ്പോൾ ആധാർ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ബുക്ക് എടുത്ത് എഴുതാൻ നിന്നപ്പോഴാണ് അയാൾ മുളകും പൊടി എടുത്ത് എൻ്റെ മുഖത്തേക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് ചെയിനിൽ ഇങ്ങനെ പിടിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇങ്ങോട്ട് പിടിച്ചു. അപ്പം ഞാൻ ഈ 2 ഭാഗവും പിടിച്ചു. അപ്പം അയാൾക്ക് അങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ച് എടുത്ത് ഓടാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കളന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞപ്പോൾ ഈ പരിസരത്തുള്ളവരൊക്കെ കൂടി അയാൾ അങ്ങനെ ഓടിപ്പോയി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി സന്ദർശനം നടത്തി. രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലത്തും 11 മണിയോടെ ഷൊർണൂരിലും ഉച്ചയ്ക്ക് ശേഷം കുറ്റിപ്പുറത്തുമായിരുന്നു സന്ദർശനം. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രവൃത്തികൾ ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി നേരിട്ട് കണ്ട് വിലയിരുത്തി. അതോടൊപ്പം തന്നെ നവീകരണ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒറ്റപ്പാലത്തെയും കുറ്റിപ്പുറത്തെയും നവീകരണ പ്രവൃത്തികളും വേഗത്തിലാക്കാൻ ഡിവിഷണൽ റെയിൽവേ മാനേജർ നിർദ്ദേശിച്ചു. DRMനൊപ്പം സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ മുഹമ്മദ് ഇസ്ലാം, സീനിയർ ഡിവിഷണൽ ഓപ്പറേഷൻ ഓഫീസർ ബാലമുരളി, സീനിയർ സേഫ്റ്റി ഓഫീസർ ബെന്നി വർഗീസ്, കൊമേഴ്സ്യൽ മാനേജർ അരുൺ തോമസ് തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഷോർട്ട് സർക്യൂട്ട്. പുലർച്ചെ 1:30-നാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത്. പ്ലാറ്റ്ഫോമിൽ തീപ്പൊരി ചിതറുന്നത് കണ്ട് യാത്രക്കാർ പരിഭ്രാന്തരായ യാത്രക്കാരാണ് റെയിൽവേ പോലീസിനെ വിവരമറിയിച്ചത്. വൈദ്യുതി ലൈനിലുണ്ടായ പ്രശ്നമാണ് ഷോർട്ട് സർക്യൂട്ടിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 20 മിനിറ്റോളം പ്രദേശത്ത് പുക ഉയർന്നു. ഇതോടുകൂടി റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാർ പരിഭ്രാന്തരായി. അഗ്നിശമന സേനയും ടെക്നിക്കൽ വിഭാഗം ജീവനക്കാരുമെത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. സംഭവ സമയത്ത് പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർ കുറവായതിനാൽ അപകടങ്ങളില്ലാതെ പ്രശ്നം പരിഹരിക്കാനായി. നിത്യവും 100 കണക്കിന് യാത്രക്കാരാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായുള്ള നവീകരണ പ്രവൃത്തികളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വാതന്ത്ര്യസമരത്തെ ഒറ്റുകൊടുക്കുകയും ഗാന്ധിജിയെ വധിക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്തവർ ചേറ്റൂർ ശങ്കരൻ നായരെ പോലുള്ളവരെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് അപഹാസ്യമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ചേറ്റൂർ ശങ്കരൻ നായർ 169-ാം ജന്മവാർഷിക അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP.
കോൺഗ്രസിന്റെ ചരിത്രം രാജ്യത്തിന്റെ ചരിത്രമാണെന്നും വി കെ ശ്രീകണ്ഠൻ MP പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ഒരു ശ്രമവും നടത്താത്തവരാണ് സ്വാതന്ത്ര്യ സമര സേനാനികളെ ദത്തെടുക്കാൻ ശ്രമിക്കുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തവരാണ് വ്യാജ പ്രചരണം നടത്തുന്നത്. ഇതൊന്നും വിലപ്പോകില്ല. ചരിത്രത്തെ വളച്ചൊടിച്ചാലും തിരുത്തിയെഴുതിയാലും തേഞ്ഞ ഇല്ലാതാവില്ലെന്നും വി കെ ശ്രീകണ്ഠൻ MP പറഞ്ഞു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മുൻപന്തിയിൽ നിന്നുള്ള ഒരു പാർട്ടിയാണ് BJP. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ കാലത്ത് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് ജയിൽ മോചിതരായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെയുള്ളത് കുപ്രസിദ്ധമായ ചരിത്രമായി BJP നിലനിൽക്കുമ്പോൾ അവര് വൃദ്ധ ഒരു വ്യായാമം നടത്തുകയാണ്. കോൺഗ്രസിന്റെ രാജ്യസ്നേഹികളുടെ പാരമ്പര്യം പൈതൃകവും ഞങ്ങൾക്കുണ്ടെന്ന് അവകാശപ്പെടുന്നു വ്യാജ പ്രചരണം നടത്തുകയാണ്. അപ്പൊ BJPയുടെയും സംഘപരിവാറിന്റെയും അജണ്ടയും നമുക്കറിയാം. ചേറ്റൂർ ശങ്കർ നായർ മലയാളികൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം ജന്മം കൊണ്ട് പാലക്കാട് മങ്കരക്കാരൻ. പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, സെക്രട്ടറി V. രാമചന്ദ്രൻ, ബോബൻ മാട്ടുമന്ത, സുധാകരൻ പ്ലാക്കാട്ട്, പ്രേം നവാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വാതന്ത്ര്യ സമര സേനാനികളോട് അനാദരവ് കാണിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ചേറ്റൂർ ശങ്കരൻ നായർ ജന്മദിനത്തോടനുബന്ധിച്ച് 5 വിളക്കിന് സമീപം BJP സംഘടിപ്പിച്ച അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രശാന്ത് ശിവൻ. രാജ്യത്തിനു വേണ്ടി ത്യാഗം അനുഭവിച്ചവരോട് കോൺഗ്രസ് അനാദരവ് തുടരുകയാണെന്ന് പ്രശാന്ത് ശിവൻ ആരോപിച്ചു. രാജ്യസ്നേഹികളോടും ത്യാഗികളോടും നീതി പുലർത്താനാണ് BJP ശ്രമിക്കുന്നതെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. മംഗല പഞ്ചായത്തിലെ ആ വാർഡ് ഉൾപ്പെടെ ആ പഞ്ചായത്ത് ഉൾപ്പെടെ കോൺഗ്രസ് ഭരണസമിതി ഭരിച്ചിട്ടും അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തോടു പോലും കാണിച്ചിട്ടുള്ള അനാദരവ് എന്ന് പറയുന്നത് മലയാളികൾക്ക് ആർക്കും കൊടുക്കാൻ കഴിയാത്ത ഇത്തരത്തിൽ ചരിത്ര പുരുഷന്മാരെ മുഴുവൻ അവഗണിക്കുക, അവഹേളിക്കുക, നെഹ്റു കുടുംബത്തിന് പുറത്തുള്ള ആളുകളെ മുഴുവൻ അവഗണിച്ച് കളയുക എന്നുള്ള ചരിത്രമാണ് കോൺഗ്രസുകാർ പിന്തുടർന്നു വന്നിട്ടുള്ളത്. ഇവിടെ ചേറ്റൂർ ശങ്കരൻ നായരെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സംഭാവനകള്, അദ്ദേഹം ജനിച്ച പ്രദേശത്ത് അവിടുത്തെ നാട്ടുകാരുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങള്, ഈ രാജ്യത്തിന് മുഴുവൻ നൽകിയിട്ടുള്ള സംഭാവനകള്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ അദ്ദേഹത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ശോചനീയമായ അവസ്ഥയിലാണ്. ചേറ്റൂരിന്റെ ഛായാചിത്രത്തിൽ BJP നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ, മധു, സുമതി, ശശി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായരുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മങ്കര താവളത്ത് BJP കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് MP ശ്രീകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ചേറ്റൂർ ശങ്കരൻ നായർ 1857 ജനിച്ചത്. വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഉയർന്ന പല നിലകളിൽ 1857 ജനിച്ച ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിശ്ചയിച്ച നേതാവായി. 1897 നടന്ന അമരാവതി കോൺഗ്രസിൽ അഖിലേന്ത്യാ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളിയാണ് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ. അതിനുശേഷം 1906 അദ്ദേഹം അഡ്വക്കേറ്റ് ജനറലായും അതിനുശേഷം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായും വിദ്യാഭ്യാസ മന്ത്രിയായും ഒക്കെ പ്രവർത്തിച്ചു. പക്ഷേ അദ്ദേഹത്തെ വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി കോൺഗ്രസ് ജീവിച്ചിരിക്കുമ്പോഴും കണ്ടിരുന്നില്ല. അതിനുശേഷവും അദ്ദേഹത്തെ സ്മരിക്കപ്പെടുകയുണ്ടായി. കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഗംഗാ ഭഗത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ഭാസ്കരൻ PV, സജി ദാമോദരൻ, VC ബാലകൃഷ്ണൻ, സരസ്വതി ഉണ്ണികൃഷ്ണൻ, സുനീഷ് ഭരതക്കാട്, സജീവ് മങ്കര, ഷീബ സജീവ്, പ്രവീൺ ഭരതക്കാട്, പ്രേംരാജ് KK, മോഹനകണ്ണൻ PK, VS ഭഗത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല.
പ്രൊഫസർ സി ശങ്കരൻ നായരുടെ ജന്മദിനവും അനുസ്മരണവും മങ്കര കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. രാവിലെ പുഴയോരത്തെ സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ ചടങ്ങ് പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിനയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് എൻ അച്യുതൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ മങ്കര, മണ്ഡലം ട്രഷറർ സന്തോഷ്, സൈനുദ്ദീൻ കുനിയമ്പാടം, അയൂബ് മങ്കര എന്നിവർ സംസാരിച്ചു. LSN എന്ന് പറയുന്ന ലേഡി ശങ്കരൻ നായർ എന്ന പേരിലുള്ള ഒരു LSN കോൺവെൻറ്റ് അദ്ദേഹം അവിടെ സ്ഥാപിക്കുകയുണ്ടായി. അത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു വിദ്യാലയമാണ്. അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടർന്ന് ഈ രാജ്യത്ത് പിന്നീട് വന്ന നമ്മുടെ ഗാന്ധിയെയും നെഹ്റുവിനെയും പോലുള്ള നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രവർത്തന ശൈലിയുമായി ബന്ധപ്പെട്ടു പോകാൻ കഴിയാത്തതുകൊണ്ടും അദ്ദേഹം ഈ ഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തെയും മറ്റു സമരങ്ങളെയൊക്കെ തന്നെ ശശി തരൂർ കോൺഗ്രസിന്റെ താൽപര്യങ്ങൾക്ക് വിപരീതമായാണ് നിലകൊള്ളുന്നതെന്നത് ചിലരുടെ വ്യാഖ്യാനം മാത്രമെന്ന് വി കെ ശ്രീകണ്ഠൻ MP. പാലക്കാട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MP. നെഹ്റു കുടുംബത്തിന്റെ സേവനങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നയാളാണ് തരൂരെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. അടിയന്തരാവസ്ഥയെ അനുകൂലിക്കുന്നവരുണ്ട്, എതിർക്കുന്നവരുമുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നുമല്ല ചർച്ച. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ കൈയടക്കി തീരുമാനങ്ങൾ നടപ്പാക്കാനാണ് BJPയുടെ ശ്രമം. അതിനെതിരായ പോരാട്ടത്തിലാണ് കോൺഗ്രസ് നേതൃത്വമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന സാഹചര്യത്തെ ഒരുപാട് അനുകൂലിക്കുന്നവരും ആ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് ഗുണപ്രദമായി എന്നുള്ള വിലയിരുത്തലുണ്ട്. പക്ഷെ ആ അടിയന്തരാവസ്ഥയുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചവർ അത് തെറ്റായിരുന്നു എന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ ചരിത്രമാണ്. ഇതെല്ലാം ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തപ്പെട്ടുള്ള ഇപ്പോ നമ്മുടെ രാജ്യത്തെ അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥ, ഭരണഘടനാ സ്ഥാപനങ്ങളെ വികലമാക്കുക, ഇലക്ഷൻ കമ്മീഷനെ തങ്ങളുടെ പരിധിക്ക് നിർത്തുക, സുപ്രീം കോടതിയും നിയമ സംവിധാനത്തെയും കാറ്റിൽ പറത്തുക, ഇപ്പൊ ജനങ്ങൾക്ക് നൽകേണ്ട സംരക്ഷണം ഇല്ലാതാക്കുക. ഇന്നത്തെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, ആ ഭരണഘടന കൈയാളുന്ന ഭരണാധികാരികൾ ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനം, അതാണ് അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥ ഈ രാജ്യത്ത് നിലവിലുണ്ട്. ശശി തരൂരും അതിൻ്റെ ഭാഗമാണ്. സംവാദങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെന്ന നിലയ്ക്ക് ശശി തരൂർ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. അത് കോൺഗ്രസിനെതിരാണെന്ന് കരുതുന്നില്ല. നെഹ്റു കുടുംബത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണ് തരൂർ. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടോ എന്ന് പാർട്ടി പരിശോധിക്കും. അക്കാര്യം നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വി കെ ശ്രീകണ്ഠൻ MP ചൂണ്ടിക്കാട്ടി. അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. അദ്ദേഹം നെഹ്റു കുടുംബത്തിന്റെയും നെഹ്റു കുടുംബം മുന്നോട്ട് വെച്ച ആശയങ്ങളെയൊക്കെ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്ന ഒരാളാണ്. നിലവിൽ അദ്ദേഹം ഈ കോൺഗ്രസുമായിട്ട് ഓരോ ദിവസവും ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടു. കോൺഗ്രസുമായിട്ടുള്ള സംഘർഷം, അദ്ദേഹം സംവദിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. വിവിധ വിഷയങ്ങളിൽ അവഗാഹമുള്ള ആളാണ്. അദ്ദേഹത്തിന് വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾ മുറുകെ പിടിച്ച് അതിനുവേണ്ടി രാവും പകലുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സുരേഷ് ഗോപിയുടെ പുലിപ്പല്ലുമാല. വനവകുപ്പ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് AA മുഹമ്മദ് ഹാഷിമിന്റെ മൊഴി രേഖപ്പെടുത്തും. 21-ന് പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ മുന്നിൽ ഹാജരാകാൻ പരാതിക്കാരന് നോട്ടീസ് നൽകി. സാധ്യമായ തെളിവുകൾ സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ UR പ്രദീപ് MLAയുടെ നേതൃത്വത്തിൽ ചേലക്കരയിൽ അവലോകന യോഗം ചേർന്നു. യോഗത്തിൽ മുള്ളൂർക്കര, പാഞ്ഞാൽ, പഴയന്നൂർ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ആന അടക്കമുള്ള വന്യജീവികളുടെ ശല്യം ലഘൂകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള യോഗത്തിൽ 4 പഞ്ചായത്തിലെ പ്രസിഡന്റുമാരും പ്രതിനിധികളും, ഫോറസ്റ്റ് ഓഫീസർ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എന്നിവരും പങ്കെടുത്തു. ഈ യോഗത്തിൽ മുഖ്യമായും ചർച്ചാ വിഷയമായത് കാട്ടാനശല്യമുള്ള സ്ഥലങ്ങളിൽ സൗരവേലി സ്ഥാപിക്കുന്നതിൻ്റെ പുരോഗതിയെ വിലയിരുത്തുകയും കൂടാതെ മറ്റെന്ത് മാർഗങ്ങൾ സ്വീകരിക്കാം എന്നതും ഫോറസ്റ്റ് ഓഫീസർമാരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ തീരുമാനത്തിൽ ഒരു PRT ടീം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നതിനും അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുന്നതിനെക്കുറിച്ചും തീരുമാനമെടുത്തതായി അധ്യക്ഷത വഹിച്ച MLA UR പ്രദീപ് പറഞ്ഞു. ഏകദേശം 46.55 കിലോമീറ്ററാണ്. അത്രയും കിലോമീറ്റർ നമുക്ക് ഈ വനത്തിൻ്റെ അതിർത്തി പ്രദേശം ജനവാസ കേന്ദ്രം കൂടിയാണ്. അപ്പോൾ അവിടെ നിലവിൽ ഇപ്പോൾ ഒരു പദ്ധതി RKY പദ്ധതി പ്രകാരം കമ്പിവേലി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനകൾ ഇങ്ങനെ ഈ അതിർത്തി പ്രദേശത്ത് കിടക്കാതിരിക്കാൻ വേണ്ടി, ജനവാസ കേന്ദ്രത്തിൽ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഘട്ടമായിട്ട് 2 ഘട്ടമായിട്ടാണ് ഇതിൻ്റെ വർക്ക് ടെൻഡർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ ടെൻഡർ ചെയ്യപ്പെട്ടവർക്ക് ഇപ്പോൾ തോണൂർക്കര മണ്ണാത്തിപ്പാറ മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ തുടർച്ചയായി വേഗത്തിലാക്കാനും ഇതേപോലെ ഇതിൻ്റെ മറുവശം
നമുക്ക് തിരുമണി മുതൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പണി ഇവിടെ ഇന്ന് അതിൻ്റെ ധാരണയായിട്ടുണ്ട്. അപ്പോൾ തിരുമണിയിലും അതിൻ്റെ 8 കിലോമീറ്റർ ഇപ്പുറം വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് പണി തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ വേഗത്തിലാക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ജില്ലാ ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഈ യോഗം നമുക്ക് കൂടുതൽ ആലോചനയിൽ ബന്ധപ്പെട്ട കരാറുകാരും കൂടെ ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടായി. അപ്പോൾ ഒരു വേഗത്തിലാക്കാം. ഇത് സാധാരണ നമ്മുടെ കൃഷിത്തോട്ടങ്ങളിൽ കമ്പി ഇടുന്ന പോലെയല്ല. ഇത് പ്രത്യേകം ഒരു കോട്ടഡ് നടത്തി കോയമ്പത്തൂരാണ് ഇതിൻ്റെ വർക്കുകൾ ചെയ്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവിടെ പല തിരക്കുകളോട് ഘട്ടഘട്ടമായി ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കിട്ടുന്ന മുറയ്ക്ക് വേഗം കൊണ്ടുവന്ന് ഈ വർക്കുകൾ നിശ്ചയിച്ച നമ്മുടെ അതിർത്തി പ്രദേശമായി 29.5 കിലോമീറ്റർ. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി KA ഹംസ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ നിബ ഫ്രാൻസ്, RF മച്ചാട്, അജിൽ P വേണുഗോപാൽ, DFO തൃശൂർ മാർട്ടിൻ ലോവൽ എന്നിവർക്ക് പുറമെ DFO, റേഞ്ച് ഓഫീസർമാർ, അസിസ്റ്റന്റ് DFO, മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. CPM ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ നടക്കുന്നത് കരുവന്നൂർ മോഡൽ തട്ടിപ്പെന്ന് BJP. ഒരു മാസത്തിനിടെ ബാങ്കിൽ നിന്ന് 10 കോടി രൂപ പിൻവലിച്ചത് അന്വേഷിച്ചാൽ തട്ടിപ്പ് വ്യക്തമാകുമെന്നും അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ ഡിജിറ്റൽ തെളിവുൾപ്പെടെ കൈമാറുമെന്നും BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് K നിഷാദ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPM ഭരിക്കുന്ന കടമ്പഴിപ്പുറം സഹകരണ ബാങ്കിനെതിരെ CPMലെ ഒരു വിഭാഗം തന്നെ പരാതി ഉന്നയിച്ചിട്ടുണ്ടെന്ന് K നിഷാദ് ആരോപിച്ചു. 10 കോടി രൂപയോളം കഴിഞ്ഞ ഒരൊറ്റ മാസം കൊണ്ട് വിഡ്രോ പോയിരിക്കുന്നു. അത് ഏതടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ലോണുകൾ കൊടുത്തിട്ടും തിരിമറി നടത്തിയിരിക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കണം. അവിടെ നിക്ഷേപകരായിട്ടുള്ള ആളുകൾ, നമുക്കറിയാം നമ്മുടെ നാട്ടില് സ്ഥലം വിൽപ്പനയൊക്കെ നടത്തുമ്പോൾ അതിൽ യഥാർത്ഥ തുകയും കിട്ടുന്ന പണവും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പൈസ ഈ സഹകരണ സംഘത്തിൽ കൊണ്ട് നിക്ഷേപിക്കുന്ന സമയത്ത് സമാന്തരമായ ഒരു ലെഡ്ജർ വെച്ചുകൊണ്ടാണ് അവിടെ ഈ പ്രവർത്തനം നടത്തുന്നത്. കമ്പ്യൂട്ടറിൽ ഈ സംവിധാനം ഒന്നും കയറില്ല. ഒരു വർഷത്തേക്ക് FD ഇടുന്ന സമയത്ത് അതില് 3 മാസം, അവസാനത്തെ 3 മാസം മാത്രമാണ് ഇത് FD ആയിട്ട് അതിൽ കമ്പ്യൂട്ടറിൽ കാണിക്കുള്ളൂ. ഒരു ലെഡ്ജർ വേറെ വെച്ചുകൊണ്ട് അവര് ഈ പ്രവർത്തനം നടത്തുന്നു. ഇതൊക്കെ ബാങ്കിൽ ഉള്ള ആളുകൾക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്നത്. CPMന്റെ തന്നെ ഒരു വിഭാഗം നേതാക്കള് ഇതിനെതിരായിട്ട് പാർട്ടിക്കും പാർട്ടിയുടെ നേതാക്കൾക്കൊക്കെ ഇതിനെതിരായിട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള തെളിവുകൾ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. വായ്പ തിരിച്ചടവിലും ഉദ്യോഗസ്ഥ നിയമനത്തിലും ക്രമക്കേട് നടന്നിട്ടുണ്ട്. അദാലത്തില്ലാതെ തന്നെ വായ്പ തിരിച്ചടവ് സെറ്റിൽമെന്റ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് സാമ്പത്തിക നേട്ടം വെച്ചാണ്. വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചിലർ ബാങ്കിൽ ജോലി നേടിയിരിക്കുന്നത്. നിയമനത്തിന് ആവശ്യമായ യോഗ്യതയില്ലാത്തവരെ പോലും അടുത്ത കാലത്ത് നിയമിച്ചു. വ്യാപകമായിട്ട് നിയമനങ്ങൾ നടക്കുന്നതിലുള്ള തട്ടിപ്പ് നമുക്കറിയാം. കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ സെക്രട്ടറി ആയിട്ട് ഈ ബാങ്കിലെ സെക്രട്ടറി ആയിട്ടുള്ള ആള് തന്നെ വ്യാജരേഖ വെച്ചുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജമാണ്. അന്യ സംസ്ഥാനത്ത് പൈസ കൊടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകുന്നത്. ആ ഉദ്യോഗസ്ഥൻ മാത്രമല്ല, പല ആളുകളും വേണ്ട ഡിഗ്രിയോ അല്ലെങ്കിൽ വേണ്ട വിദ്യാഭ്യാസമോ ഇല്ലാതെയാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത്. കണക്കിൽപ്പെടാത്ത പണം കൈകാര്യം ചെയ്യുന്നതിനായി ബാങ്കിൽ പ്രത്യേക ലെഡ്ജറാണ് കൈകാര്യം ചെയ്യുന്നത്. സോഴ്സ് വെളിപ്പെടുത്താൻ കഴിയാത്ത ബാങ്കിലെ പണം ഉപയോഗിച്ച് ബാങ്കിലെ ചില ഉദ്യോഗസ്ഥർ പലിശയ്ക്ക് പണം നൽകുന്നുണ്ട്. തൃശൂർ സഹകരണ വിജിലൻസ് സംഘവും ശ്രീകൃഷ്ണപുരം പോലീസും നേരത്തെ ലഭിച്ച പരാതികൾ അന്വേഷിച്ചെങ്കിലും നടപടി സ്വീകരിച്ചില്ല. ക്രമക്കേട് വ്യാപകമായതിനെ തുടർന്നാണ് സഹകരണ ഉദ്യോഗ മേഖലകളിൽ പരാതി നൽകിയിരിക്കുന്നതെന്നും നിഷാദ് പറഞ്ഞു. BJP ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദൻ, സെക്രട്ടറി രാജൻ, കുട്ടൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ വ്യാപകമായ തട്ടിപ്പ് നടന്നതറിഞ്ഞിട്ടും ശക്തമായ നടപടി സ്വീകരിക്കാൻ സഹകരണ വകുപ്പ് തയ്യാറാകുന്നില്ലെന്ന് സംസ്ഥാന സഹകരണ നിക്ഷേപ സംരക്ഷണ ഫോറം സംസ്ഥാന പ്രസിഡന്റ് MS സുനീഷ്. തട്ടിപ്പിനിരയാകുന്നത് സാധാരണക്കാരാണെന്നും സുനീഷ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി, അകത്തേത്തറ, അരിയൂർ സർവീസ് സഹകരണ ബാങ്കുകൾ എന്നിവയിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് എം.എസ്. സുനീഷ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അരിയന്നൂർ സഹകരണ ബാങ്കിൽ 200 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. KYC ഇല്ലാതെ പണം നിക്ഷേപിക്കുന്നതും പിൻവലിക്കുന്നതും അന്വേഷണ വിധേയമാക്കിയാൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരും. രാഷ്ട്രീയ കക്ഷികളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പല ബാങ്കുകളിലും ഉദ്യോഗ നിയമനങ്ങൾ നടന്നിരിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചാണ്. നിരവധി പരാതികൾ ലഭിച്ച സഹകരണ വകുപ്പിൻ്റെ അന്വേഷണത്തിലും കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും നടപടിയില്ല. ഇതിനെതിരെ കേന്ദ്ര ഏജൻസികളെ സമീപിക്കുമെന്നും സുനീഷ് പറഞ്ഞു. കണ്ടിട്ടുള്ളത് കാരണം സഹകരണ വകുപ്പ് ഇതിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല. ഇതിലിപ്പോൾ കേരള സംസ്ഥാനത്ത് പത്രമാധ്യമങ്ങൾ മാത്രമാണ് ശരിക്ക് ഈ കാര്യങ്ങൾക്ക് ശക്തമായ ഒരു നടപടി സ്വീകരിച്ച് ജനങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കുന്നത്. പല സാധാരണക്കാരുമാണ് ഈ തട്ടിപ്പിൽ മുഴുവൻ പെടുന്നത്. ദൈനംദിന തൊഴിലാളികളായിട്ടുള്ള സാധാരണ ജനങ്ങളാണ് പെടുന്നത്. സഹകരണ വകുപ്പിൽ പല സ്ഥലങ്ങളിലും പരാതികൾ നൽകുന്നുണ്ട്. പക്ഷെ എന്നാലും സഹകരണ വകുപ്പ് ഒരു മെല്ലപ്പോക്ക് നയമാണ് സ്വീകരിച്ചു വരുന്നത്. ഇതിലിപ്പോ സത്യം പറഞ്ഞാൽ കേരളത്തില് ആശ്രയിക്കാൻ, ജനങ്ങൾക്ക് നേരാവണം പോലെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം ദൃശ്യ പത്രമാധ്യമങ്ങൾ മാത്രമാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഭാരവാഹികളായ വിജയൻ, പ്രസന്നകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 12 ലിറ്റർ വിദേശ മദ്യവുമായി സ്കൂട്ടറിൽ വിൽപ്പന നടത്തുന്ന യുവാവിനെ വടക്കാഞ്ചേരി എക്സൈസ് സംഘം പിടികൂടി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കുറച്ചു നാളുകളായി പ്രതി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കുന്നംകുളം കടങ്ങോട് പാറപ്പുറം ദേശത്ത് കൊരയണ്ടക്കാട്ടിൽ വീട്ടിൽ ബാലന്റെ മകൻ 42 വയസ്സുള്ള ബൈജുവിനെയാണ് എക്സൈസ് സംഘം ജീൻ സൈമൺ സംഘവും അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി, നെല്ലുവായ്, കടങ്ങോട് ഭാഗങ്ങളിൽ ആവശ്യക്കാർക്ക് മദ്യം സ്കൂട്ടറിൽ എത്തിച്ചു കൊടുത്തിരുന്ന സമയത്താണ് പിടികൂടിയത്. 24 കുപ്പികളിലായി 12 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പിടിച്ചെടുത്തത്. ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങി അമിത വിലയ്ക്ക് ആവശ്യക്കാർക്ക് സ്കൂട്ടറിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് ഇയാളുടെ രീതി. കുറച്ചു നാളുകളായി വടക്കാഞ്ചേരി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വരും ദിവസങ്ങളിലും മേഖലയിൽ ശക്തമായ പട്രോളിംഗും നിരീക്ഷണങ്ങളും ഉണ്ടാകുമെന്ന് ഇൻസ്പെക്ടർ ജീൻ സൈമൺ പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ M.S. സജി, വി. പ്രശാന്ത്, KV ഷാജി, സിഇഒമാരായ അജീഷ് കുമാർ, യദുൽ കൃഷ്ണ, വനിതാ സിഇഒ നൂർജ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. രണ്ടാം വിള നെല്ല് നൽകി 5 മാസങ്ങളായിട്ടും കർഷകർക്ക് വില ലഭിച്ചില്ല. വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ കോട്ടായി കൃഷിഭവന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. തൊഴിലാളികളുടെ വേതനം കൂടി, രാസവളത്തിന് വില കൂടി, രാസവളത്തിന് വില കൂടി, അധികാരികളുടെ ദൂർത്തം കൂടി. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഷരീഫ് പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. ഭരണകർത്താക്കളും ഏതൊരു ഭരണ നേതാക്കന്മാരും ഭരണം തുടർന്നു പോവും. അവരുടെ അന്ത്യകുദാശ അന്നു മുതൽ തുടങ്ങി എന്നുള്ളതിൻ്റെ ആദ്യ ലക്ഷണമാണ് നിങ്ങൾ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ പാർട്ടിയെന്നും തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയെന്നും അധ്വാനിക്കുന്നവൻ്റെ കൂടെ നിൽക്കുന്നവരെന്നും പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ ഇടതുപക്ഷ സർക്കാർ ഇന്ന് കർഷകനെ മറന്നിരിക്കുകയാണ്, തൊഴിലാളികളെ മറന്നിരിക്കുകയാണ്, ആദിവാസികളെ മറന്നിരിക്കുകയാണ്, പിന്നോക്ക ജനവിഭാഗങ്ങളെ മറന്നിരിക്കുകയാണ്. കോട്ടായി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് B. ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. തരൂർ മണ്ഡലം പ്രസിഡന്റ് ഷരീഫ്, ജില്ലാ കമ്മിറ്റി അംഗം ബാബു തരൂർ, VV സുലൈമാൻ, മുത്തുകുട്ടി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മോഹനൻ സ്വാഗതം പറഞ്ഞു. പ്രതിഷേധ സംഗമത്തിന് ശേഷം കർഷകരുടെ ആവശ്യങ്ങളടങ്ങിയ നിവേദനം കോട്ടായി കൃഷിഭവൻ അധികൃതർക്ക് നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കണയം ചെറിയ തോടിന്റെ ഭിത്തി തകർന്ന് വെള്ളം കൃഷിയിടങ്ങളിലേക്ക് ഒഴുകുന്നു. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച തോടാണിത്. വെള്ളം ഒഴുകുന്നതിനാൽ കൃഷി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നാണ് നാട്ടുകാരുടെ പരാതി. തോടിന്റെ ഭിത്തി തകർന്നത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും കൃഷി വകുപ്പിനും പരാതി നൽകുമെന്ന് കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു. ബൂത്ത് പ്രസിഡന്റ് മുനീർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TY ശിഹാബുദ്ദീൻ, P. മുഹമ്മദ്, കൃഷ്ണൻകുട്ടി, ലീല,
OM ഗോപികൃഷ്ണൻ, സയ്യിദ് മുഹമ്മദ് അലി, സയ്യിദ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സിനിമാ മോഹം നെഞ്ചേറ്റുന്ന ഒരു കൂട്ടം ആളുകളുടെ സ്വപ്നം ബിഗ് സ്ക്രീനിലെത്തി. വള്ളുവനാടൻ ഗ്രാമഭംഗിയിൽ വിരിഞ്ഞ സിനിമ കോലാഹലം ഉച്ചയ്ക്ക് 12 മണിക്ക് ഷൊർണൂർ അനുരാഗ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു. പുതുമുഖങ്ങളുടെ ആഘോഷമാണ് കോലാഹലം. 1 മണിക്കൂറും 40 മിനിറ്റുമാണ് സിനിമയുടെ ദൈർഘ്യം. 12 മണിക്ക് തുടങ്ങിയ ആദ്യ പ്രദർശനം 1:45 പൂർത്തിയായി. ചിത്രം കണ്ടിറങ്ങിയ സിനിമാ പ്രേമികളുടെ മുഖത്ത് വിജയത്തിന്റെ പുഞ്ചിരിയായിരുന്നു. നന്നായിട്ടുണ്ട്, നല്ലൊരു പടമാണ്, നല്ല ഇഷ്ടമായി, നല്ലൊരു കഥയാണ്, നല്ല അടിപൊളിയാണ്. നന്നായിട്ട് നല്ലൊരു മൂവിയായിരുന്നു. നല്ല രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഫീൽ ഗുഡ് മൂവിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂറും 40 മിനിറ്റും ചിരിപ്പിച്ചും കരയിച്ചും ചിന്തിപ്പിച്ചും പ്രേക്ഷകരെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ചിത്രം കൂട്ടിക്കൊണ്ടുപോയി. വൻകിട താരനിരകളുടെ അകമ്പടിയൊന്നും ഇല്ലാതെ വലിയ കുട്ടും കോലാഹലം ഇല്ലാത്ത രൂപത്തിലുള്ള പ്രാദേശിക കലാകാരന്മാർ നടത്തുന്ന വലിയ ഒരു സിനിമയാണ്. വലിയ എല്ലാവിധ ആരംഭിക്കുന്നത് നന്നായി അഭിനയിച്ചിട്ടുണ്ട്. കോലാഹലം നല്ലൊരു സിനിമയാണ്, നിങ്ങൾ എല്ലാവരും വന്ന് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ നല്ല ഒരു തീമാണ്, എങ്ങനെ എത്രയും നന്നായിട്ട് ചിട്ടപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നല്ലൊരു സിനിമ, കണ്ടിരിക്കേണ്ട സിനിമ, അത്രയും എനിക്ക് പറയാം. കണ്ടിരിക്കാം, നല്ല രസമായിട്ട് എൻഗേജ്ഡ് ആക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് നല്ല രസമായിട്ടുണ്ട്. പിന്നെ ചെയ്തിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ ആളുകളും നമ്മുടെ പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്, പക്ഷെ അവരെയൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ നല്ല സന്തോഷം. സിനിമ കാണാൻ അണിയറ പ്രവർത്തകരും അവരുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ തിയേറ്ററിലെത്തിയിരുന്നു. അമച്വർ നാടക രംഗങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചവരുടെ തിയേറ്റർ സിനിമ എന്ന സ്വപ്നം പൂവണിയുകയാണ്. വർഷങ്ങളായുള്ള തയ്യാറെടുപ്പുകൾക്കൊടുവിലാണ് തിയേറ്റർ സിനിമ എന്ന സ്വപ്നം കൈപ്പിടിയിലെത്തിയത്. താരനിരയുടെ വലിപ്പത്തിനപ്പുറം കാലിക പ്രസക്തമായ വിഷയത്തെ നർമ്മത്തിൽ പൊതിഞ്ഞവതരിപ്പിക്കുന്ന സിനിമ തിയേറ്ററുകളിൽ പോയി കാണണമെന്ന് പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ സ്വാതി മോഹൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ പുനർജന്മവും നിരവധി സിനിമകൾ അഭിനയിച്ചതിന് ശേഷം ശബ്ദമൊക്കെ പോയി തീർത്തും ഡൗണായിരിക്കുന്ന ഒരു കാലഘട്ടം എന്നെ തെരഞ്ഞു പിടിച്ച വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇതിൽ ഈ റോൾ എനിക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്നു. വലിയ സന്തോഷമുണ്ട്. ഇതിൽ എൻ്റെ സംവിധായകൻ റഷീദ് പറമ്പ്, അതുപോലെ എന്നെ ഈ സിനിമയിലേക്ക് രണ്ടാമത് കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് സിനിമ. എല്ലാവരും സിനിമ കാണണം, ഈ സിനിമ കണ്ട് വിജയിപ്പിക്കണം. ഒരിക്കലും ഈ സിനിമ ബോറടിപ്പിക്കില്ല എന്നുള്ളത്. ഷാജി VSR, രാജീവ് പിള്ളത്ത് എന്നിവരും സ്വാതി മോഹനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാമായണ മാസത്തിലെ നാലമ്പല ദർശനത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ. ഏതാനും വർഷം മുമ്പ് ആരംഭിച്ച തിരുവില്ലാമല നാലമ്പല ദർശനത്തിന് 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നതെന്നും രവീന്ദ്രൻ പറഞ്ഞു. തൃപ്രയാർ, ഇരിങ്ങാലക്കുട, മുഴിക്കുളം, പായമ്മൽ നാലമ്പല ക്ഷേത്ര ദർശനം കൂടാതെയാണ് തിരുവില്ലാമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം, കുഴൽമന്ദം, പുൽപ്പരമന്ദം ഭരതക്ഷേത്രം, കുത്തനൂർ ശത്രുഘ്ന ക്ഷേത്രം എന്നിവ ബന്ധിപ്പിച്ച് നാലമ്പല ദർശനമൊരുക്കുന്നത്. 22 കിലോമീറ്റർ യാത്രയിൽ നാലമ്പല ദർശനം നടത്താമെന്നതും രാമലക്ഷ്മണന്മാരുടെ സന്തത സഹചാരിയായ ഹനുമാനെ തൊഴാനും തിരുവില്ലാമല നാലമ്പല ദർശനത്തിൽ കഴിയും. ദർശനത്തിനെത്തുന്നവരുടെ സൗകര്യത്തിനായി ആരോഗ്യം, ഗതാഗതം എന്നീ വകുപ്പുകളുടെ സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. കർശന തിരക്ക് പരിഗണിച്ച് ക്ഷേത്രങ്ങളിലെ ദർശന സമയം വർദ്ധിപ്പിക്കുകയും എല്ലാ ക്ഷേത്രങ്ങളിലും അന്നദാനം ഒരുക്കുകയും ചെയ്തിട്ടുണ്ടെന്നും രവീന്ദ്രൻ പറഞ്ഞു. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നാലമ്പല ദർശനം ആരംഭിച്ച് ഇരിങ്ങാലക്കുട, മൂഴിക്കുളം, പായമ്മൽ എന്നീ സ്ഥലങ്ങളിലെ ലക്ഷ്മണന്റെയും അതുപോലെ തന്നെ ഭരതന്റെയും ശത്രുഘ്നന്റെയും ക്ഷേത്രത്തിലാണ് വിഖ്യാതമായിട്ടുള്ള നാലമ്പല ദർശനം നടന്നു വന്നിരുന്നത്. ഏതാനും വർഷങ്ങളായി വില്യാദ്രിനാഥ ക്ഷേത്രത്തിലെ രാമ ലക്ഷ്മണ ദർശനം നടത്തി അതിനെ തുടർന്ന് പിന്നെ പുൽപ്പരമന്ദത്തെ ഭരതക്ഷേത്രവും കുന്നത്തൂർ പഞ്ചായത്തിലെ കൽക്കുളത്ത് ശത്രുഘ്ന ക്ഷേത്രവും ഉൾപ്പെടുന്ന കുത്തന്നൂർ പഞ്ചായത്തിലെ കൽക്കുളത്തെ ശത്രുഘ്ന ക്ഷേത്രവും ഉൾപ്പെടുന്ന നാലമ്പല ദർശനവും കൂടിയുള്ള ഒരു തീർത്ഥാടനം ഏതാനും വർഷങ്ങളായി കൊച്ചിൻ ദേവസ്വം ബോർഡും മറ്റ് ക്ഷേത്രങ്ങളുടെ ഭാരവാഹികളും കൂടി സംയുക്തമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷം അതിനായിട്ടുള്ള പ്രത്യേകമായ സജ്ജീകരണങ്ങൾ നമ്മൾ വില്യാദ്രിനാഥ ക്ഷേത്രത്തിൽ തുടങ്ങി ഈ കുത്തന്നൂരിലെ അതുപോലെ തന്നെ കൽക്കുളത്തെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നാലമ്പല ദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. അവിടെ
ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായിട്ടുള്ള വിപുലീകൃതമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് P. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K. സുനിൽകുമാർ, ക്ഷേത്രം പ്രതിനിധികളായ രാമദാസ്, വിജയകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഞാൻ ഈ പദ്ധതിയിൽ ചേർന്നതിൽ ഒരു കാരണമുണ്ട്. എന്താ കാരണമെന്നറിയോ? ഞാൻ ഇതിലേക്ക് നൽകുന്ന നാണയത്തുട്ട് അത് എത്ര ചെറുതാണെങ്കിലും ആ ചെറിയ ഒരു സംഭാവന കൊണ്ട് ഇന്ന് 9 കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഞാൻ നൽകിയ ആ 1 രൂപയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്റെ കോട്ടായി യൂണിറ്റ് ആൻഡ് തരൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് K. അനിൽ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി A. ശിവദാസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ MV സന്തോഷ് വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് TP ഷക്കീർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബാലമുരളി, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി K. അനിൽകുമാർ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി KK പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CA ഉദയകുമാർ സ്വാഗതവും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PR സച്ചിദാനന്ദൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ വ്യാപാര ഭവന്റെ 9ാം വാർഷികം ആഘോഷിച്ചു. ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിലെ വ്യാപാരികളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദന സദസ്സും SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ സ്കൂളുകളെ ആദരിക്കൽ ചടങ്ങും നടന്നു. സംസ്ഥാന ജൂനിയർ ഇന്റർ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയ ആദിദേവ് S. നായരെയും ആദരിച്ചു. ഷൊർണൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി VS. സുധേഷ്, യൂണിറ്റ് പ്രസിഡന്റ് KB ജൂബി, വൈസ് പ്രസിഡന്റ് MB രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വാർഷികത്തോടനുബന്ധിച്ച് ബിൽഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കുള്ള ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചിരുന്നു. NSS മങ്കര കരയോഗത്തിന്റെയും വനിതാ സമാജത്തിന്റെയും നേതൃത്വത്തിൽ ഗുരുപൂർണിമ ദിനം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. പ്രശസ്ത യോഗാചാര്യനും പ്രഭാഷകനുമായ ഗുരു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കുഞ്ചില്ലാത്ത എത്ര സമയങ്ങളുണ്ടായിട്ടെന്നറിയോ? 2 സന്ദർഭങ്ങൾ. നിങ്ങൾ മഹാഭാരതവും ഭാഗവതം പൂർണ്ണമായിട്ടും നോക്കിക്കോളൂ. 2 സന്ദർഭങ്ങളിൽ ഭഗവാൻ ചെയ്യിച്ചിട്ടില്ല എന്ന് പറയണം. ബാക്കിയൊക്കെ കൂടുതലായിട്ട് ജീവിതത്തിൽ നമ്മൾ വളരെ ലാഘവത്തോട് കൂടിയിട്ട്, അതായത് ഒരു വലിയ ഗ്രന്ഥകാരൻ പറഞ്ഞത് ലൈഫ് ഇത്രയും അധികം സെലിബ്രേറ്റ് ചെയ്ത് ആഘോഷിച്ചൊരു ഈശ്വരൻ ഈ ലോകത്തിൽ ഉണ്ടാവില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാനും പോകില്ല. ഈശ്വരനായിട്ട് ഗീതാ മഹാത്മ്യ പ്രഭാഷണം നടന്നു. യോഗം പ്രസിഡന്റ് K. സുരേഷ് അധ്യക്ഷത വഹിച്ചു. മുരളീമങ്കര, ശിവൻ ശാരദാലയം, മോഹൻദാസ് പാലാട്ട് എന്നിവർ സംസാരിച്ചു. വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ജ്ഞാനപാന ആലാപനവും നടന്നു. സമുദായാംഗങ്ങളിൽ ആധ്യാത്മിക ഉണർവ് ഉണ്ടാക്കുന്നതിനായാണ് ഗീതാ മഹാത്മ്യ ക്ലാസിന് തുടക്കം കുറിച്ചതെന്നും സ്ഥിരമായി ഗീതാ പഠന ക്ലാസുകൾ നടത്തുന്നതിനുള്ള ശ്രമത്തിലാണ് കരയോഗം ഭാരവാഹികളെന്നും അറിയിച്ചു. ഈ ഗീതാ പ്രഭാഷണം ഇന്ന് കരയോഗത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനിയുള്ള കാലങ്ങളിൽ തന്നെ ആധ്യാത്മിക ക്ലാസുകൾ കരയോഗത്തിൽ സംഘടിപ്പിക്കാൻ കരയോഗ കമ്മിറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഗുരുപൂർണിമ ദിനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കരയോഗത്തിൻ്റെയും വനിതാ സമാജത്തിൻ്റെയും കരയോഗ കുടുംബാംഗങ്ങളുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. +1 തുല്യത എഴുതി ദമ്പതിമാർ. വ്യാപാരിയായ മണ്ണൂർ കിഴക്കുംപുറം പരാടിത്തൊടി വീട്ടിൽ 39 വയസ്സുള്ള ബാധുഷിയും ഭാര്യ ലക്കിടി യാറത്തിങ്കൽ 28 വയസ്സുള്ള സുഫൈദ തസ്നിയുമാണ് പത്തിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുല്യതാ പരീക്ഷ എഴുതിയത്. 2015 തുല്യതാ പരീക്ഷയിലൂടെയാണ് SSLC പരീക്ഷ പാസ്സായത്. 10 വർഷത്തിനു ശേഷമാണ് ഇബ്രാഹിം ബാദുഷ ഭാര്യയോടൊപ്പം പരീക്ഷ എഴുതിയത്. 2ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളുടെ ഗൃഹപാഠം സഹായിക്കാൻ ഉന്നത വിദ്യാഭ്യാസം വേണമെന്ന തിരിച്ചറിവും പ്രചോദനവുമാണ് പരീക്ഷ എഴുതാൻ പ്രേരകമായത്. +2 പാസ്സായി ബിരുദം എടുക്കണമെന്നാണ് ആഗ്രഹമെന്ന് ദമ്പതിമാർ. +1 പഠിക്കുമ്പോൾ വിവാഹം കഴിഞ്ഞതിനാൽ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ +2 പാസ്സായി ബിരുദമെടുക്കലാണ് ലക്ഷ്യമെന്ന് ദമ്പതിമാർ അറിയിച്ചു. ക്ലാസ് ഫെയിലായതിലൂടെ 10 വർഷം മുമ്പാണ് ഞാൻ 10ാം ക്ലാസ്സിൽ ഫെയിലായത്. പിന്നീട് ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ പിന്നെ +1ഉം +2 ഒക്കെ വേണമെന്ന് ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ വൈഫും കൂടി തുല്യതയ്ക്ക് അപേക്ഷ കൊടുക്കുകയും അങ്ങനെ തുല്യതയ്ക്ക് അപേക്ഷ കിട്ടുകയും നമ്മൾ പിന്നെ മുണ്ടൂർ HSSൽ വെച്ചിട്ട് ഞായറാഴ്ച ക്ലാസ്സിൽ പങ്കെടുക്കുകയും അങ്ങനെ ഇന്ന് വരേക്കും നമ്മൾ ഈ പരീക്ഷാ ഹാളിലേക്ക് എത്തി നിൽക്കുകയാണ്.
പിന്നെ ഈ കാലഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഉയർന്ന ഒരു നിലവാരം പുലർത്തുക എന്നുള്ളത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളായാലും ശരി, അവരുടെ വിദ്യാഭ്യാസം ഇന്ന് ഹൈടെക് യുഗത്തിലേക്ക് കയറി പോകാറുണ്ട്. നമുക്കറിയാം 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സൊക്കെ അവരുടെയൊക്കെ പുസ്തകങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അപ്ഡേറ്റാണ്. നമുക്ക് പോലും അറിയാത്ത ഇംഗ്ലീഷും അതുപോലെ തന്നെ വാക്യങ്ങളൊക്കെയാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 67ലും +1 പഠിക്കാൻ പ്രായത്തിന് തടസ്സമില്ലെന്ന് കാണിച്ച് മങ്കര പൂലോടിയിലെ വിമുക്ത ഭടൻ കൃഷ്ണൻകുട്ടിയും തുല്യതാ പരീക്ഷയ്ക്കെത്തിയിരുന്നു. മുണ്ടൂർ സെന്ററിലെ 59 പേരാണ് പത്തിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ വെള്ളിയാഴ്ച തുല്യതാ പരീക്ഷ എഴുതിയത്. 28-ന് പരീക്ഷ അവസാനിക്കും. ഇംഗ്ലീഷ് അടക്കം 6 പേപ്പറുകളാണ്. ഇംഗ്ലീഷ് അല്പം കടുപ്പം കൂടിപ്പോയതായി പരീക്ഷാർത്ഥികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം ഇന്നർവീൽ ക്ലബിന്റെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഞായറാഴ്ച മനുശ്ശേരി CRR ഹാളിൽ നടക്കും. രാവിലെ 10 മണിക്ക് ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ അഡ്വക്കേറ്റ് OM ശാലീന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലത്ത് 2007-ൽ പ്രവർത്തനമാരംഭിച്ച ഇന്നർവീൽ ക്ലബ്ബ് 50 അംഗങ്ങളുള്ള സന്നദ്ധ സംഘടനയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയാണ് ഈ സംഘടന. സ്കൂൾ, വൃദ്ധസദനങ്ങൾ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, വിദ്യാഭ്യാസം, മെഡിക്കൽ ഹെൽപ്പ് എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ക്ലബിൻ്റെ പ്രവർത്തനം. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണം, വൃക്ഷത്തൈ വെച്ചുപിടിപ്പിക്കൽ, വനിതകളുടെയും സ്ത്രീകളുടെയും ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പരിപാടികൾ എന്നിവയാണ് ക്ലബിൻ്റെ ഈ വർഷത്തെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മനുഷ്യത്വവും കാരുണ്യവും അടിസ്ഥാനമാക്കി സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഇന്നർവീൽ ക്ലബ് ബേസിക്കലി ഒരു അന്താരാഷ്ട്ര വനിതാ സന്നദ്ധ സംഘടനയാണ്. അതിൻ്റെ തുടക്കം 1924-ൽ ഒറ്റപ്പാലം ശാഖ 2007-ൽ സ്ഥാപിതമായതാണ്. ഇന്ന് ഞങ്ങൾ പ്രധാനമായി പ്രവർത്തിക്കുന്ന 3 മേഖലകളാണ് പറയുന്നത്. അതിൽ ഒന്ന് ലഹരി വിരുദ്ധ ബോധവത്കരണം, സ്ത്രീകൾക്കും അതുപോലെ തന്നെ സ്കൂളുകളിലും നമ്മുടെ കോളേജുകളിലും ബോധവത്കരണം ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ രക്ഷിതാക്കളുമായിട്ടുള്ള ചർച്ചകൾ ചെയ്യുക, അതുപോലെ തന്നെ ലഹരി അല്ലെങ്കിൽ അതിൻ്റെ അഡിക്ഷൻ ബേസ് ചെയ്തിട്ട് പിന്തുണയും മാർഗനിർദ്ദേശവും നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തെ അജണ്ട. നിയുക്ത പ്രസിഡന്റ് രജിത ഗോവിന്ദ്, സെക്രട്ടറി ഗോപിക കൃഷ്ണകുമാർ, ട്രഷറർ വീനസ് മേനോൻ, ജോയിന്റ് സെക്രട്ടറി ശിവപ്രിയ ശ്രീജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാറ്റലി. ഇന്ത്യ ഇംഗ്ലണ്ട് 3ാം ക്രിക്കറ്റ് ടെസ്റ്റ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരിക്കുന്നു. ആദ്യ ടെസ്റ്റിൽ പരാജയപ്പെട്ട ഇന്ത്യ 2ാം ടെസ്റ്റിൽ വിജയത്തോടെ പരമ്പര സമനിലയിലാക്കിയിരുന്നു. 3ാം ടെസ്റ്റിൽ ഇന്ത്യയുടെ ജയസാധ്യത നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റലിയിലേക്ക്. ഇന്ത്യ ജയിക്കുമെന്നാണ് പ്രതീക്ഷ. കാരണം ബെസ്റ്റ് ബോളേഴ്സും അതുപോലെ തന്നെ ബാറ്റേഴ്സും ഉള്ള ടീമാണ് ഇന്ത്യ. ഉദാഹരണത്തിന് സിറാജ് ബെസ്റ്റ് വിക്കറ്റാണ് ഇതുവരെയുള്ള കളിയിൽ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ശുഭമാൻ ഗില്ല്, നമുക്കറിയാം കളിച്ച കളി അത്യാവശ്യം നമുക്ക് സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല ടീമാണ് ഇപ്രാവശ്യം ഇന്ത്യയിലുള്ളത്. അതുപോലെ നല്ല കോച്ചുമുണ്ട്. ഈ കളി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 3ാമത്തെ കളിയിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യക്ക് തോൽപ്പിക്കാവുന്നതാണ്. 3ാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചേ പറ്റുള്ളൂ. മീൻസ് ഇന്ത്യ എപ്പോഴും തോൽവിയിൽ നിന്നാണ് തുടങ്ങാറ്. എന്നിട്ട് മികച്ച കഴിവ് കാഴ്ചവെച്ചിട്ടാണ് നമ്മൾ ജയിക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബാറ്റ്സ്മാൻമാരായാലും ബോളർമാരായാലും നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കണമെന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. കാരണം ബുംറയും സിറാജും ഇപ്പോൾ അത്യാവശ്യം നല്ല ബോളേഴ്സാണ്. അവർക്ക് എന്തോ ഒരു കളിയിൽ ഒരു മിസ്റ്റേക്ക് പറ്റിച്ചിട്ട് അവരെ തളർത്താൻ പാടില്ല. ഈ അടുത്ത കളിയിൽ അവർ മികവ് തെളിയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ത്യ ജയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിലെ പരാജയം പാർട്ടിയുടെ നെഞ്ചിനേറ്റ മുറിവെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പരാജയത്തെക്കുറിച്ച് പാർട്ടി പഠിക്കും. തൃശൂരിൽ ധീരമായി പോരാടി. അടിയന്തരാവസ്ഥയെ പിന്തുണച്ചത് തെറ്റായിരുന്നുവെന്നും ആ തെറ്റ് ഒരേ ഒരു തവണയാണ് സംഭവിച്ചതെന്നും ബിനോയ് വിശ്വം. തെറ്റ് ഏറ്റുപറയാൻ കഴിയുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം. PM കുസും പദ്ധതിയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ച് മന്ത്രി K കൃഷ്ണൻകുട്ടി. അഴിമതി സംബന്ധിച്ച വകുപ്പ് തല അന്വേഷണം നടക്കുന്നു. തെറ്റുപറ്റിയവരെ സംരക്ഷിക്കില്ല. അഴിമതി സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ഹാജരാക്കണമെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടി. സുരേഷ് ഗോപിയുടെ പുലിപ്പല്ലുമാല. വനംവകുപ്പ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. 21-ന് പട്ടിക്കാട്
ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ ഹാജരാകാൻ പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവിന് നോട്ടീസ്. സാധ്യമായ തെളിവുകൾ സമർപ്പിക്കണം. ശശി തരൂർ കോൺഗ്രസിന്റെ താൽപര്യങ്ങൾക്കെതിരെ സഞ്ചരിക്കുന്നുവെന്നത് ചിലരുടെ വ്യാഖ്യാനം മാത്രമെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP. തരൂർ നെഹ്റു കുടുംബത്തിന്റെ സേവനങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. അടിയന്തരാവസ്ഥയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ടെന്നും രാജ്യത്തിപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്നും വി.കെ. ശ്രീകണ്ഠൻ MP. വാടനംകുറിശ്ശിയിൽ ROB അപ്രോച്ച് റോഡ് പ്രവൃത്തിക്കായി ഗതാഗതം നിരോധിച്ചു. ആദ്യ ദിനം പ്രവൃത്തി ഒച്ചിന്റെ വേഗത്തിലെന്ന് ആക്ഷേപം. റോഡ് അടച്ചിട്ടിരിക്കുന്നത് 10 ദിവസത്തേക്ക്. രാവിലെ നിർമ്മാണ സ്ഥലത്തുണ്ടായിരുന്നത് 4 തൊഴിലാളികൾ മാത്രമെന്നും പണിക്കാരേക്കാളേറെ സ്ഥലത്ത് മേൽനോട്ടക്കാരെന്നും ആക്ഷേപം. CPM ഭരിക്കുന്ന കടമ്പഴിപ്പുറം സഹകരണ ബാങ്കിൽ നടക്കുന്നത് കരുവന്നൂർ മോഡൽ തട്ടിപ്പെന്ന് BJP. 1 മാസത്തിനിടെ ബാങ്കിൽ നിന്ന് 10 കോടി രൂപ പിൻവലിച്ചത് അന്വേഷിച്ചാൽ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാകും. അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ ഡിജിറ്റൽ തെളിവ് ഉൾപ്പെടെ കൈമാറുമെന്ന് BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി. സഹകരണ ബാങ്കുകളിൽ വ്യാപക തട്ടിപ്പ് നടക്കുമ്പോഴും ശക്തമായ നടപടി ഉണ്ടാകുന്നില്ലെന്ന് സഹകരണ നിക്ഷേപ സംരക്ഷണ ഫോറം. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ സന്ദർശനം. DRM സന്ദർശനം നടത്തിയത് ഒറ്റപ്പാലം, ഷൊർണൂർ, കുറ്റിപ്പുറം സ്റ്റേഷനുകളിൽ. പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഷോർട്ട് സർക്യൂട്ട്. പ്ലാറ്റ്ഫോമിലേക്ക് തീപ്പൊരി ചിതറിയത് യാത്രക്കാരെ പരിഭ്രാന്തരാക്കി. കണയം ചെറിയ തോടിന്റെ ഭിത്തി തകർന്ന വെള്ളം കൃഷിയിടങ്ങളിലേക്ക് കുത്തിയൊഴുകുന്നു. കൃഷി ഇറക്കാൻ കഴിയാത്ത അവസ്ഥയെന്ന് കർഷകർ. തോട് നവീകരിച്ചത് നബാർഡ് പദ്ധതിയിൽ. പ്രവൃത്തിയിലെ അപാകത സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് കർഷകർ. AICC പ്രസിഡന്റായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ 169ാം ജന്മദിനത്തിൽ അനുസ്മരണ പരിപാടികളുമായി കോൺഗ്രസും BJPയും. വ്യത്യസ്ത അനുസ്മരണ യോഗങ്ങളിൽ പരസ്പര വിമർശനം. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തവർ ചേറ്റൂരിനെ പോലുള്ളവരെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് അപഹാസ്യമെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP. സ്വാതന്ത്ര്യ സമര സേനാനികളോട് അനാദരവ് കാണിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ചേറ്റൂർ കോൺഗ്രസ് തിരസ്കരിച്ച നേതാവെന്നും BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.